കോടതി ശിക്ഷിച്ചിട്ട് പോലും ആ ശിക്ഷിക്കപ്പെട്ട ആള് ഈ നിരപരാധിയാണെന്ന് പറയും, അദ്ദേഹം മഹാമാനുഷ്യനാണെന്ന് പറഞ്ഞ് അവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതും ഈ പാർട്ടിയുടെ ഏറ്റവും ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരല്ലേ? കൊലപാതകം, കത്തിയുടെ ചോരയുടെ മണം കണ്ട് അറപ്പ് മാറാത്ത ക്രിമിനലുകളാണ് CPM. അറപ്പ് മാറാത്ത ക്രിമിനലുകളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഭീകരവാദികളെ പ്രഖ്യാപിക്കണം. ഈ നാടിന് ആപത്താണ്. ബോംബ് ഉണ്ടാക്കുന്നതിനോട് ഉണ്ടായിരുന്ന സ്ഫോടനത്തിൽ പെട്ടവരെ രക്തസാക്ഷികളായി കഴിഞ്ഞെന്ന് അറിയും. അതിനു മുമ്പ് മറ്റൊരു സ്ഫോടനത്തിൽ മരിച്ചുപോയവർ, ബോംബ് ഉണ്ടാക്കുന്നതിനിടയ്ക്ക് മരിച്ചുപോയ രക്തസാക്ഷികളായിട്ട് സ്തൂപങ്ങൾ ഉണ്ടായില്ലേ? ഇങ്ങനെ ബോംബ് ഉണ്ടാക്കാനും ക്രിമിനൽ വൽക്കരണം നടത്താനും വേണ്ടിയിട്ട് ഒരു പാർട്ടി തുനഞ്ഞിറങ്ങിയാൽ പാവപ്പെട്ട ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ മക്കളെ, നേതാക്കന്മാരുടെ മക്കളൊന്നുമില്ലല്ലോ, മരിക്കുന്നതും കൊല്ലപ്പെടുന്നതിലും നേതാക്കന്മാരുടെ ഒരു മകനുമില്ല, അവരെ ഉപയോഗിച്ച് ബോംബ് നിർമ്മാണം ഉണ്ടാക്കി ആ ബോംബ് പൊട്ടിത്തെറിച്ചും മരിച്ചു പോകുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ രക്തസാക്ഷി സ്തൂപങ്ങൾ കൂടുന്ന എനിക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ ധീരജിന്റെയും അതുപോലെ തന്നെ അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വമൊക്കെ പറഞ്ഞു. ധീരജിന്റെ രക്തസാക്ഷിത്വത്തിൽ അദ്ദേഹത്തിന് പറയുന്ന ഈ കത്തി പോലും കണ്ടെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അഭിമന്യുവിന്റെ കൊലപാതകി അവസാനം മടുത്തു കഴിഞ്ഞപ്പോൾ, റെസ്റ്റ് എടുത്ത് മടുത്തു കഴിഞ്ഞപ്പോൾ വന്നിട്ട് കീഴടങ്ങുകയായിരുന്നു. ബഹുമാനപ്പെട്ട CPM പ്രതിനിധിക്ക് ഇത്ര വലിയ ആത്മരോഷം ഉണ്ടെങ്കിൽ നേരെ വെച്ചുപിടിച്ച് ക്ലിഫ് ഹൗസിന്റെ മുന്നിൽ ചെന്ന് നിൽക്കണം. എന്നിട്ട് അങ്ങ് ചോദിക്കണം, അല്ലയോ മുഖ്യമന്ത്രി, ഞങ്ങളുടെ സ്വന്തം പ്രവർത്തകരെ കൊന്നിട്ട് പോലും അവരെ പോലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാത്ത അങ്ങ് എന്തിനാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നത് എന്ന് ആവർത്തിച്ച് അങ്ങ് ചോദിക്കണം. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നത് കൃത്യമായിട്ട് ബോധ്യം ഈ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അവസാനം സ്വന്തം പെട്ടുകഴിഞ്ഞപ്പോ ഇന്ന് അശോക് ചവാൻ വിളിച്ച് കരഞ്ഞു എന്ന് രമേശ് ചെന്നിത്തലയോട് പറഞ്ഞ പോലെ CPMലെ ഏതെങ്കിലും ഒരു നേതാവ് ഏതെങ്കിലും കാലത്ത് പിണറായി വിജയൻ വിളിച്ച് കരഞ്ഞു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവും ഇല്ലേ? പിണറായി വിജയൻ അങ്ങനെ കരഞ്ഞത് കൊണ്ടാണോ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് തന്റെ ബാഗാണ് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ പോയതെന്ന് പറഞ്ഞിട്ടും ലൈഫ് അഴിമതി കേസിൽ താനാണ് അതിന്റെ ചെയർമാനായിട്ട് ഇരിക്കുമ്പോൾ പോലും ഈ CBIയും EDയും NIAയും കസ്റ്റംസും ഒന്നും നിങ്ങളുടെ ബാഗായിരുന്നോ മുഖ്യമന്ത്രി? അതോ നിങ്ങൾ ഇരുന്ന മീറ്റിംഗിലല്ലേ തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി എന്ന് പോലും ചോദിക്കാത്തത് നേരെ അവിടെ പോയി കീഴടങ്ങിക്കൊണ്ടാ. അതുകൊണ്ടാണ് RSSന്റെ 2 നേതാക്കന്മാരെ 10 ദിവസത്തിനുള്ളിൽ കണ്ട ADGP ഇന്ന് DGPയുടെ പ്രൊമോഷൻ ആയിട്ടിരിക്കുന്നത്. RSSനെ പേടിച്ചല്ലേ നിങ്ങൾ ജീവിക്കുന്നത്? RSSുമായിട്ട് സെറ്റിൽ ചെയ്തല്ലേ നിങ്ങൾ ജീവിക്കുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ പറയേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ കൂടും കിടക്കയും കൂട്ടുകാരെയും വീട്ടുകാരെയും വിളിച്ച് വിദേശയാത്രയ്ക്ക് പോയ ഈ RSSനെ കണ്ടാൽ ഭയക്കുന്ന ആളാണോ RSSനെ പോരാടാൻ വരുന്നത്?